എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ട്വിസ്റ്റ്, കിങ്കുകൾ, മിനിമം ബെൻഡ് റേഡിയസ്, ട്യൂബ് ഫിറ്റിങ്ങുകൾ എന്നിവയ്ക്കായി ഹൈഡ്രോളിക് ഹോസ് എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും ഹൈഡ്രോളിക് ഹോസ് പരിശോധിക്കുക, ഹൈഡ്രോളിക് പൈപ്പ് പരിശോധിക്കുക, ഹൈഡ്രോളിക് പൈപ്പ് ഫിറ്റിങ്ങുകൾ പരിശോധിക്കുക. നമുക്ക് ഹൈഡ്രോളിക് ഹോസിൽ ചർച്ച ചെയ്യാം. ഹൈഡ്രോളിക് ഹോസ് എന്നത് വിവിധ വാണിജ്യ വ്യാവസായിക സന്ദർഭങ്ങളിൽ കാണാവുന്ന ഒരു പ്രത്യേക ഹോസ് ആണ്. ഹൈഡ്രോളിക് ഹോസുകൾ സാധാരണയായി ഫ്ലെക്സിബിൾ റബ്ബർ അല്ലെങ്കിൽ വയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശക്തിയും ദീർഘായുസ്സും നൽകുന്നതിന് പാളികളുടെ ക്രമം. ഹൈഡ്രോളിക് സിസ്റ്റം അതിൽ മൂലകങ്ങൾ സാധാരണയായി ഹോസുകൾ എന്നറിയപ്പെടുന്ന ഫ്ലെക്സിബിൾ ട്യൂബുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്ലെക്സിബിൾ ഹോസുകൾ നിർമ്മിച്ചിരിക്കുന്നത് സിന്തറ്റിക് റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് ഉറപ്പിച്ച ഒന്നോ രണ്ടോ ബ്രേഡുകളോ ഉയർന്ന ടെൻസൈൽ സ്റ്റീൽ വയർ അല്ലെങ്കിൽ സിന്തറ്റിക് നൂലോ ഉപയോഗിച്ച് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന റബ്ബർ കൊണ്ട് പൊതിഞ്ഞതാണ്. ഫ്ലെക്സിബിൾ ഹോസുകൾ ഹോസ് തന്നെ നനഞ്ഞ സ്പന്ദിക്കുന്ന മർദ്ദം എടുക്കാൻ വളരെ നല്ലതാണ്. കർക്കശമായ പൈപ്പിന്റെ കാര്യത്തിൽ ഇത് വൈബ്രേഷൻ ആത്യന്തികമായി കണക്ടർ പൊട്ടുന്നതിനോ അയവു വരുത്തുന്നതിനോ കാരണമാകും. ഹോസുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ഷോക്ക് ശബ്ദത്തിനും വൈബ്രേഷനുമെതിരെ ഇൻസുലേറ്റ് ചെയ്യുന്നു. സ്റ്റേഷനറി ഭാഗങ്ങൾ ബന്ധിപ്പിക്കുന്നു. തിരക്കേറിയ സ്ഥലത്ത് കണക്ഷൻ എളുപ്പമാക്കുന്നു. നല്ല താൽക്കാലിക കണക്ഷനുകൾ ഉണ്ടാക്കുന്നു. പതിവായി മാറ്റേണ്ട കണക്ഷനുകളും വിച്ഛേദനങ്ങളും നൽകുന്നു. ഫ്ലെക്സിബിൾ ഹോസുകളുടെ തരങ്ങൾ. വിവിധ സമ്മർദ്ദങ്ങളും താപനില ശ്രേണികളും നിറവേറ്റുന്നതിനായി ഫ്ലെക്സിബിൾ ഹോസുകൾ വീണ്ടും ലഭ്യമാണ്. ഹോസുകൾ സാധാരണയായി ഇനി പറയുന്ന രീതിയിൽ തരംതിരിക്കുന്നു. വയർ ബ്രെയ്ഡ്, ഒറ്റ അല്ലെങ്കിൽ ഇരട്ട ബ്രെയ്ഡ്, സിന്തറ്റിക് നൂൽ ബ്രെയ്ഡ് അഥവാ പരുത്തി നാരുകൾ, ആസ്ബറ്റോസ് മുതലായവ. സാധാരണയായി സിന്തറ്റിക് നൂൽ മെടഞ്ഞെടുത്ത ഹോസുകളുടെ വഴക്കം കൂടുതൽ വഴക്കമുള്ളതാണെങ്കിലും പ്രവർത്തന സമ്മർദ്ദം ഒരു പരിമിതിയാണ്. സ്റ്റീൽ വയർ കാരണം വയർ ബ്രെയ്ഡഡ് ഹോസുകൾ 300 സെന്റിമീറ്റർ വരെ ഉയർന്ന മർദ്ദത്തെ ചെറുക്കാൻ നല്ലതാണ്. പക്ഷേ സിന്തറ്റിക് നൂൽ ബ്രെയ്ഡഡ് ഹോസ് പോലെ വഴക്കമുള്ളതല്ല. ഹൈഡ്രോളിക് സർക്യൂട്ടുകളിൽ ഹോസുകൾ ഉപയോഗിക്കുന്നു. അതിലൂടെ ഒഴുകുന്ന എണ്ണയിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വിധേയമാണ്. അതിനാൽ ഹോസുകളെ അതിന്റെ മർദ്ദം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് തരം തിരിച്ചിരിക്കുന്നു. ഇത് SAE J517 എന്ന സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം SAE 100R1, SAE 100R2 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. R1, R2 എന്ന സംഖ്യ സമ്മർദ്ദത്തിലും താപനിലയിലും നിർമ്മാണത്തിലും താങ്ങാനുള്ള ശേഷിയെ സൂചിപ്പിക്കുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന പരമാവധി മർദ്ദം കണക്കിലെടുത്ത് ഹോസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പൈപ്പ് എൻഡ് ഫിറ്റിംഗ് തരം. വിവിധ ആപ്ലിക്കേഷനുകളിൽ ഹോസുകൾ ഉപയോഗിക്കുന്നതിനാലും വിവിധ കണക്ടറുകൾ അനുയോജ്യമായ രീതിയിൽ മൗണ്ട് ചെയ്യേണ്ടതിനാലും ഇത് വിവിധ എൻഡ് ഫിറ്റിംഗും ലഭ്യമാണ്. ഉപഭോക്താവിന് ആവശ്യമായ നിരവധി തരം എൻഡ് ഫിറ്റിംഗുകൾ ലഭ്യമാണ്. ത്രെഡ്മിൽ നിപ്പിൾ, ഫീമെയിൽ സീവൽ നട്ട്, ഫീമെയിൽ നിപ്പിൾ. ഇനി പറയുന്ന വിവരങ്ങളനുസരിച്ച് ഫ്ലെക്സിബിൾ ഹോസുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. ആന്തരിക വ്യാസം, 2 എൻഡ് കണക്ടറുകൾ തമ്മിലുള്ള നീളം, മർദ്ദവും താപനിലയും താങ്ങാനുള്ള ശേഷി. എൻഡ് ഫിറ്റിംഗ് കണക്ടറുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. വിവിധ ഹൈഡ്രോളിക് ഇലമെന്റുകളുടെ ശരീരവുമായി ട്യൂബ് അറ്റങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇലമെന്റുകളാണ് കണക്ടറുകൾ. ട്യൂബിന്റെ വലുപ്പത്തിലുള്ള മാറ്റം, ഒഴുക്കിന്റെ ദിശയിലെ മാറ്റം, ഒഴുക്കിന്റെ നിയന്ത്രണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കും കണക്ടറുകൾ സഹായിക്കുന്നു. വിവിധ പാരാമീറ്ററുകൾ അനുസരിച്ച് കണക്ടറുകൾ ഗ്രൂപ്പ് ചെയ്യാനാകും. സീലിംഗ് ഡിസൈൻ തരം അനുസരിച്ച്, ഉപയോഗിക്കുന്ന ആകൃതി, വലിപ്പം, ഉദ്ദേശ്യം എന്നിവ അനുസരിച്ച് കണക്ടറിന്റെ ശരിയായ തരം തിരഞ്ഞെടുക്കുന്നത് വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സിസ്റ്റത്തിന്റെ പ്രവർത്തന സമ്മർദ്ദം, അസംബ്ലിയുടെയും ഡിസ് അസംബ്ലിയുടെയും ആവൃത്തി, സർക്യൂട്ടിലെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഷോക്ക് ലെവൽ, പ്രവർത്തന മേഖല, സീലിംഗ് ഡിസൈൻ തരം അനുസരിച്ച്. ഫ്ലെയർഡ് ഫിറ്റിംഗ്സ്. ഇതിൽ പൈപ്പ് പൊട്ടിത്തെറിക്കുകയും അനുയോജ്യമായ കണക്ടറിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഓ-റിംഗ് കംപ്രഷൻ ഫിറ്റിംഗ്. ഈ തരത്തിൽ പൈപ്പിന് പുറത്തുള്ള വ്യാസം 0 റിംഗ് സീൽ ചെയ്യുന്നു. സ്പ്ലിറ്റ് റിംഗ് പൈപ്പിനെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നു. സ്ലീവ് കംപ്രഷൻ ഫിറ്റിംഗ്.
ഇതിൽ പൈപ്പ് രൂപം കൊള്ളുന്നു, കഴുത്ത് സ്ലീവിനൊപ്പം എണ്ണയ്ക്കുള്ള പാത, സീൽ ഇടുന്നു. ഫെറൂൾ കംപ്രഷൻ ഫിറ്റിംഗ്. ഇതിൽ ഫെറൂൾ ഒരു നല്ല പ്രത്യേക രൂപകൽപ്പനയാണ്. ഫെറൂൾ ട്യൂബിലേക്ക് കടിച്ച് സ്ഥിരമായ സീൽ ഉണ്ടാക്കുന്നു. നേരായ കണക്ടർ. ശരീരത്തിന് ലംബമായി ട്യൂബ് ബന്ധിപ്പിക്കുന്നതിന്. എൽബോ കണക്ടർ. ഹൈഡ്രോളിക് ഇലമെന്റുകളുടെ ശരീരത്തിന് സമാന്തരമായി ട്യൂബ് അവസാനം ബന്ധിപ്പിക്കുന്നതിന്. ബാൻജോ കണക്ടർ. ബാൻജോ കണക്ടർ ഒരു കൈമുട്ട് പോലെയാണ്, എന്നാൽ പോർട്ട് ആക്സിസ് ഉപയോഗിച്ച് 360 ഡിഗ്രി തിരിയാനുള്ള വഴക്കമുണ്ട്. ഹൈഡ്രോളിക് മൂലകങ്ങൾ ഉപയോഗിച്ച് പൈപ്പ് എളുപ്പത്തിൽ സ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നു. ഫ്ലേഞ്ച് കണക്ഷൻ. വലിയ വലിപ്പമുള്ള വാൽവുകൾക്ക് ത്രെഡ് പോർട്ടുകളില്ല. തുറമുഖമെന്ന നിലയിൽ അവർക്ക് ഒരു ദ്വാരം മാത്രമേയുള്ളൂ. ഈ സാഹചര്യത്തിൽ ശരീരത്തിൽ ഒരു ഫ്ലഞ്ച് ഘടിപ്പിച്ചിരിക്കുന്നു. കണക്ടർ ഫ്ലഞ്ചിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനെ ഫ്ലഷ് മൗണ്ടിംഗ് എന്നും വിളിക്കുന്നു. പ്ലഗ്. ഹൈഡ്രോളിക് ഇലമെന്റിന്റെ ഏതെങ്കിലും പോർട്ട് തടയാൻ ഒരു പ്ലഗ് ഉപയോഗിക്കുന്നു. ഒരു ട്യൂബ് അറ്റം മറ്റൊരു ട്യൂബ് അറ്റവുമായി ബന്ധിപ്പിക്കാൻ. ടി കണക്ടർ. ഒരു ജംഗ്ഷനിൽ 3 പൈപ്പ് അറ്റങ്ങൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 4-വേ കണക്ടർ. ഒരു ജംഗ്ഷനിൽ 4 പൈപ്പുകൾ ബന്ധിപ്പിക്കുന്നു. റെഡ്യൂസർ. വ്യത്യസ്ത വലുപ്പത്തിലുള്ള 2 പൈപ്പ് അറ്റങ്ങൾ ബന്ധിപ്പിക്കുക. ട്യൂബ് ഹോസ് ഫിറ്റിംഗ് എന്നിവയിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ട്യൂബ് അല്ലെങ്കിൽ ഹോസ് ഫിറ്റിംഗിന്റെ ആയുസ് ഫിറ്റിംഗ് എങ്ങനെ രൂപകൽപ്പന ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദൃഢമായ കണക്ഷനുകളുടെ കാര്യത്തിൽ ഇനി പറയുന്നവ നിരീക്ഷിക്കണം. വളവുകൾക്ക് ഫ്ലാറ്റുകളോ വളഞ്ഞ മൂലകളിൽ ചുളിവുകളോ ഇല്ലാത്ത തരത്തിൽ ട്യൂബുകൾ വളയണം. ട്യൂബുകൾ സ്പ്രിംഗ് ചെയ്യാതെയും വളയാതെയും ട്യൂബിന് കേടുപാടുകൾ വരുത്താതെയും ട്യൂബുകൾ സ്ഥാപിക്കുകയും നീക്കം ചെയ്യുകയും വേണം. 1 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടെങ്കിൽ നീളത്തിലുള്ള ട്യൂബുകൾക്ക് താങ്ങ് കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ എണ്ണം കണക്ടറുകൾ ഉപയോഗിക്കുക. ട്യൂബുകളിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം വളവുകൾ ഉപയോഗിക്കുക. ഫിക്സിംഗും അറ്റകുറ്റപ്പണിയും എളുപ്പമാക്കുന്നതിന് പൈപ്പ് ലൈനുകൾ വൃത്തിയുള്ളതും നേരായതുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യുക. സർക്യൂട്ട് പ്രവർത്തന സമ്മർദ്ദമനുസരിച്ച് ട്യൂബുകളും കണക്ടറുകളും ഉപയോഗിക്കുക. ട്യൂബുകൾ വൃത്തിയുള്ളതും ചിപ്സ് പൊടിയിൽ നിന്നും വ്യക്തവുമാണെന്ന് ഉറപ്പുവരുത്തുക. അത് പ്രത്യക്ഷമായ എണ്ണ ചോർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫ്ലെക്സിബിൾ ഹോസ് കണക്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. ഫ്ലെക്സിബിൾ ഹോസുകൾ ചെലവേറിയതാണ്. അവയുടെ ഉപയോഗം ന്യായീകരിക്കപ്പെടേണ്ടതാണ്. അമർത്തുമ്പോൾ ഹോസ് നീളത്തിൽ +2% മുതൽ +4% വരെ മാറുമെന്ന് ഓർക്കുക. സംഭവിക്കാനിടയുള്ള ദൈർഘ്യത്തിലെ ഏതെങ്കിലും മാറ്റത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഹോസിൽ സ്ലാക്ക് അല്ലെങ്കിൽ ബെൻഡ് നൽകുക. വളച്ചൊടിച്ച ഹോസിൽ ഉയർന്ന പ്രവർത്തന സമ്മർദ്ദം ചെലുത്തിയാൽ ഹോസ് തകർന്നു പോക്കാം, അല്ലെങ്കിൽ ഘടിപ്പിച്ച നട്ട് അയഞ്ഞേക്കാം. ലൈനിന്റെ തകർച്ചയും ഒഴുക്കിന്റെ നിയന്ത്രണവും ഒഴിവാക്കാൻ ഹോസിന്റെ ബെൻഡ് റേഡിയസ് കഴിയുന്നത്ര വലുതായി സൂക്ഷിക്കുക. ഹോസ് ലൈനുകൾ ഒരു ഹോട്ട് എക്സോസ്റ്റ് മാനിഹോൾഡിന് അടുത്തുകൂടി കടന്നുപോകുമ്പോൾ ഒരു ഫയർ പ്രൂഫ് ബൂട്ട് അല്ലെങ്കിൽ മെറ്റൽ ബഫിൽ ഉപയോഗിച്ച് ഹോസ് സംരക്ഷിക്കുക. വേഗത്തിലുള്ള പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കുമായി എളുപ്പവും വൃത്തിയുള്ളതുമായ ഇൻസ്റ്റലേഷൻ ഉറപ്പാക്കാൻ കൈമുട്ടുകളും അഡാപ്റ്ററുകളും ഉപയോഗിക്കുന്നു. ഒരു ഹോസ് അസംബ്ലി ഗണ്യമായ ഫ്ലെക്സിങ്ങിനോ വൈബ്രേഷനോ വിധേയമാകുമ്പോൾ മെറ്റൽ ഹോസ് ഫിറ്റിംഗുകൾ ഫ്ലെക്സിബിൾ ഭാഗത്തിന്റെ ഭാഗമല്ലെന്ന് ഓർമ്മിക്കുക. ഹോസ് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ ചലനത്തിന്റെ അതേ തലത്തിൽ ഹോസ് വളഞ്ഞിരിക്കണം. ഹോസുകൾ ചൂടുള്ള ചിപ്പുകളും മറ്റും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ട്യൂബ് മറയ്ക്കാൻ മെറ്റൽ വയർ മെഷ് ഉപയോഗിക്കുക. ഹൈഡ്രോളിക് ഹോസ് എങ്ങനെ പരിശോധിക്കാമെന്ന് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്റ്റെപ്പ് 1. ഹോസ് എന്തെങ്കിലും വിള്ളലുണ്ടോയെന്ന് ദൃശ്യപരമായി പരിശോധിക്കുക. സ്റ്റെപ്പ് 2. ഹോസിന് മുകളിൽ വിരൽ വയ്ക്കുക. പതുക്കെ ഹോസിലൂടെ നീങ്ങുക. കിങ്കുകളും ട്വിസ്റ്റുകളും പരിശോധിക്കുക. സ്റ്റെപ്പ് 3. ഹോസിന്റെ വ്യാസമനുസരിച്ച് ബെൻഡ് ആരം പരിശോധിക്കുക. ഹൈഡ്രോളിക് പൈപ്പിന്റെ പരിശോധന. സ്റ്റെപ്പ് 1. പൈപ്പിൽ എന്തെങ്കിലും വിള്ളലോ കേടുപാടുകളോ ഉണ്ടോയെന്ന് ദൃശ്യപരമായി പരിശോധിക്കുക. സ്റ്റെപ്പ് 2. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡിന്റെ പിച്ച് പരിശോധിക്കുക. അകത്തെ അരികിലെ ഫിറ്റിംഗുകൾ പരിശോധിക്കുക. പുറത്തുള്ള അറ്റത്ത് ചേംഫർ നിർമ്മിച്ചിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഹൈഡ്രോളിക് ഹോസ്, പൈപ്പ് ഫിറ്റിംഗുകൾ, ട്വിസ്റ്റ്, കിങ്കുകൾ, മിനിമം ബെൻഡ് റേഡിയസ് എന്നിവയും മറ്റും വീഡിയോ കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം നേരുന്നു.